ഗ്രീൻ കളർ ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൽ മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വേണമെങ്കിൽ ഇടാം. ഈ പാലക്കും ചേർത്തിട്ടാണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അതിന് ഈ പാലക്ക് നമ്മൾ നന്നായി വാഷ് ചെയ്തെടുത്തു. അതിന് ശേഷം അതിനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കണം. വെള്ളം തിളയ്ക്കുമ്പം നമുക്ക് ഈ പാലക്ക് ലീവ്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പാലക്ക് ലീവ്സ് ഇത് നല്ല ബേബി സ്പിനാച്ച് ആയതുകൊണ്ട് നല്ല കളറ് കിട്ടുമെന്നാണ് തോന്നുന്നത്. പാലക്ക് ലീവ്സ് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് ഐസ് ഇട്ട വെള്ളത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. ഇങ്ങനെ ഐസുള്ള വെള്ളത്തിലേക്ക് മാറ്റിയെടുക്കുമ്പോൾ ഈ കളറ് പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലെ വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒരു 15 എണ്ണമെങ്കിലും ഉണ്ട്. കാരണം ചുവന്ന മുളക് കുറച്ചേ ചേർക്കുന്നുള്ളൂ. അതുകൊണ്ടൊരു 15 പച്ചമുളകെങ്കിലും നമുക്ക് ചേർക്കാം. അതിലേക്ക് നന്നായി വഴറ്റിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യുക. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ആയതിനു ശേഷം നന്നായി കട്ട് ചെയ്ത് വെച്ച ഉള്ളി, തക്കാളി ഇത് മഞ്ഞ കളറാണെന്നേ ഉള്ളൂ. നല്ല ഒരു വേറെ വെറൈറ്റി തക്കാളിയാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചിക്കൻ ഒരു 2 കിലോ ഉള്ളതുകൊണ്ട് കുറച്ചധികം മസാലകൾ വേണ്ട. ഇതിനാണ് ഇങ്ങനെ വരുന്നത്. നന്നായി ഫ്രൈ ആവട്ടെ. 1 ടീസ്പൂൺ മുളക് പൊടി ഇടുക. ഈ അരച്ച് വെച്ച പാലക്ക് നമുക്ക് ഇതിലൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ചിക്കനും ഇടാം. ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. അധികം ഇങ്ങനെ വഴറ്റിക്കഴിഞ്ഞാൽ കളറ് പോകുമോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് വേഗം നമുക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക. തിളയ്ക്കുന്നുണ്ട്. ഇനി സ്ലോ ഫ്ലെയിമിലാക്കിയിട്ട് ചിക്കൻ വേവട്ടെ. ഇതിലധികം മസാലകളൊന്നും ചേർത്തിട്ടില്ല. നല്ല ടേസ്റ്റി ആയിരിക്കും. ഒരു സിമ്പിൾ ചിക്കൻ കറി. ഇത് ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കൊണ്ടാണ് ഇത്ര അധികമൊക്കെ എടുത്തത്. അല്ലെങ്കിൽ കുറച്ച് ഒരു ചെറിയ 1/2 കിലോ വെച്ചൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. റെഡിയായി കഴിഞ്ഞു. നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില, എല്ലാം ഒരു ഗ്രീൻ. ഏറ്റവും ഒടുവിലായിട്ട് തീ ഓഫ് ചെയ്തു. ഒടുവിലായിട്ട് കുറച്ച് ബട്ടർ, അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക.